മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ട്രാപ്പിൽ അകപ്പെടുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ട്രാപ്പിൽ അകപ്പെടുന്നത്? വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നു. അതായത് വരവ് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വളരെ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു. അതായത് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ധാരണയില്ലായ്മ, അറിവില്ലായ്മയാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ട്രാപ്പിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ 30% മുതൽ 40% വരെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വരുന്നത്, അതായത് കൊല്ലുന്ന പലിശ. അപ്പോൾ അതിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തേതാണ് ഡെപ്റ്റ് ആവലഞ്ച് മെത്തേഡ്. അതായത് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് ആദ്യം അത് അടച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് 30% മുതൽ 40% വരെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇനത്തിൽ വരുന്നത്. സ്വാഭാവികമായും ഈ 40% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുള്ളത് ആ കാർഡുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഡെപ്റ്റ് അനുഭവിക്കുന്നുള്ളത് എങ്കിൽ ആദ്യം ഈ 40% ഉള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഒരു പേനും പേപ്പറും എടുക്കുക, അതിനുശേഷം കാർഡ് എഴുതുക, എമൗണ്ട് എഴുതുക, ഏറ്റവും കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ആ ഡെപ്റ്റ് ഉള്ള കാർഡ് ഏതാണ് അത് ആദ്യം എഴുതുക. അതിനുശേഷം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന തരത്തിലേക്ക് എഴുതി പോകുക. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏതിനാണ് വന്നിരിക്കുന്നത് ആ കാർഡുമായി ബന്ധപ്പെട്ട എമൗണ്ട് ആദ്യം അടച്ച് കംപ്ലീറ്റ് ചെയ്യുക, അതിൽ നിന്ന് പുറത്തു കടക്കുക. ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇനത്തിൽ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സേവ് ചെയ്യാൻ പറ്റും. അത് അടുത്ത കാർഡുകളിലേക്ക് നമുക്ക് മറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ട്? ലോങ് ടൈമിൽ നോക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഇനത്തിലായിരിക്കും വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് വളരെയധികം കൂടുതലുള്ള എമൗണ്ട് നമ്മൾ അടച്ചു തീർക്കുന്നതിലൂടെ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഡെപ്റ്റ് സ്നോബോൾ മെത്തേഡ് എന്നത്. അതായത് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് ഏറ്റവും ചെറിയ എമൗണ്ട് ഏതിനാണ് വരുന്നത് അതാണ് ആദ്യം അടച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേൻ പേപ്പർ എടുക്കുക, അതേപോലെ തന്നെ ആദ്യം കാർഡിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക, അതേപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ എമൗണ്ട് ഏറ്റവും ചെറുതായിരിക്കണം. ആ ചെറിയ എമൗണ്ട് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്, നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട്. ഈ സംതൃപ്തി മോട്ടിവേഷൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത കാർഡിലെ ആ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത കാർഡുമായി ബന്ധപ്പെട്ട ഡെപ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ചെറിയ എമൗണ്ട് ആണ് നമ്മൾ അടച്ചത്, അപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് നമ്മുടെ ബാലൻസ് ഉണ്ടല്ലോ, അത് വെച്ച് അടുത്ത എമൗണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും അത് ക്ലിയർ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതാണ് ഡെപ്റ്റ് സ്നോബോൾ മെത്തേഡ്. അടുത്തതാണ് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്. ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡിലായിരിക്കും ഡെപ്റ്റ് ആയി കിടക്കുന്നത്, അല്ലെങ്കിൽ 1-2 ക്രെഡിറ്റ് കാർഡിലായിരിക്കും ഡെപ്റ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് പലപ്പോഴും നമുക്ക് ഫ്രീ ആയിരിക്കും, അതായത് അതിനകത്ത് നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കും. ഈ ബാലൻസ് എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കാലാവധി നോക്കണം, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം, അതുമായി ബന്ധപ്പെട്ട ഫീ നോക്കണം. ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആപ്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാലൻസ് എടുത്തുകൊണ്ട് നേരെ എന്ത് ചെയ്യണം? ഈ ഡെപ്റ്റേ കിടക്കുന്ന കാർഡിലോട്ട് അടച്ച് ഫില്ല് ചെയ്യുക. ശേഷം ചെറിയൊരു കാലാവധി നമുക്ക് ഇവിടെ കിട്ടിയല്ലോ, ഈ കാലാവധിക്കുള്ളിൽ ഫണ്ട് സോഴ്സ് ചെയ്തുകൊണ്ട് ഇതിലെ ഡെപ്റ്റ് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ ഈ ഡെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബാലൻസായി കിടക്കുന്ന ചെറിയ എമൗണ്ട് നമ്മൾ അടയ്ക്കാനുണ്ടാകും. ഈ ഡെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കണം ചെറിയ കാലതാമസത്തിനുള്ളിൽ. ശരാശരി എനിക്ക് തോന്നുന്നത് 12 മാസം മുതൽ 18 മാസം വരെയാണ് കാലാവധിയായിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് ക്ലിയർ ചെയ്താൽ മതി. ഇത് നമുക്കൊരു ഓപ്ഷനാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് KT അടയ്ക്കുക എന്നതാണ്. KT അടയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് അതായത് നമ്മൾ ശരാശരി ഒരു 5000 രൂപയാണ് അടയ്ക്കുന്നത് എന്നിരിക്കട്ടെ. 5000 രൂപയ്ക്ക് പകരം നമ്മൾ അടയ്ക്കുന്നത് 6000, 7000, 8000 രൂപ അടയ്ക്കുക. അങ്ങനെ അടയ്ക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഇനത്തിൽ വളരെ വലിയൊരു എമൗണ്ട് നമ്മൾ അധികമായി അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നേരെ ക്യാപിറ്റലോട്ട് പോവുകയും അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് ഇനത്തിൽ വളരെ വലിയൊരു കുറവ് സംഭവിക്കുകയും ക്യാപിറ്റലോട്ട് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് ഇനത്തിൽ വളരെ വലിയൊരു ലാഭം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് വളരെയധികം പ്രോഫിറ്റ് ആവുന്ന മെത്തേഡാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ ഒന്നാണ്. നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് അടയ്ക്കുക, അല്ലെങ്കിൽ അടയ്ക്കേണ്ടുന്ന എമൗണ്ട് ഇൻക്രീസ് ചെയ്യുക എന്നത്. അടുത്തൊരു മാർഗമാണ് എമൗണ്ട് സോഴ്സ് ചെയ്യുക എന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കയ്യിൽ നിന്ന് എമൗണ്ട് സോഴ്സ് ചെയ്യുക. കാരണം അവർക്ക് നമുക്ക് എമൗണ്ട് പിന്നീടായാലും കൊടുക്കാം. പക്ഷേ നമ്മൾ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ഉള്ള കളികൾ കളിക്കുന്ന സമയത്ത്
30% മുതൽ 40% വരെയാണ് അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. വളരെ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ വളരെ വലിയൊരു എമൗണ്ട് ഒന്നും കൊടുക്കണ്ട. പക്ഷേ ഇവർക്ക് നമ്മൾ കൊടുക്കണം, ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫണ്ട് സോഴ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, മാതാപിതാക്കളൊക്കെ ആരും ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് സോഴ്സ് ചെയ്ത് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഓപ്ഷനാണ്. അതും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേഴ്സണൽ ലോണെങ്കിലും എടുത്ത് അടയ്ക്കുക. കാരണം പേഴ്സണൽ ലോണിന് ആകെ വരുന്നത് 15% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. ഇവിടെയോ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടോ 30 മുതൽ 40% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതായത് ഇരട്ടിയാണ്, പേഴ്സണൽ ലോണിനെ അപേക്ഷിച്ച് ഇരട്ടിയാണ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിൽ തന്നെ പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അതായത് ബഡ്ജറ്റിംഗ്. അനാവശ്യമായിട്ടുള്ള ചിലവുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ആ എമൗണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അടയ്ക്കുകയാണെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റ് ഇനത്തിൽ തന്നെ. അങ്ങനെ വളരെ വേഗത്തിൽ ഡെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ അറിവ് വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.